ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി. നിങ്ങൾ ഈ കടയും തുറന്നിട്ട് ഇവിടെ നിന്ന് TV കണ്ടോണ്ടിരിക്കുകയാണോ? നമ്മുടെ ഈ ചെറിയ കടയിൽ നിന്ന് ആരെന്തെടുത്തോണ്ട് പോകാനാടാ? സർക്കാർ ഓരോരോ പരസ്യം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് വിൽക്കാൻ അനുവാദവും കൊടുക്കും. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും ഇതൊക്കെ കൊണ്ടല്ലേ ജീവിച്ചു പോന്നെ. അല്ല, നിനക്കെന്താ വേണ്ടേ? എനിക്കൊരു പാലിങ്ങ തരും. നീ ഒരു ഓർ പാലും കയറാ. ചേട്ടാ ഒരു ഗോൾഡ്. ആ രാവിലെ മരുടെ അധികം തുടങ്ങിയതാ. നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ കുറച്ച് ഇരുന്നിട്ട് പോവാ. നീ വരുന്നു എന്നാ കയറുക. ചേട്ടാ അമ്മാരെത്തിയോ? വന്നിട്ടുണ്ട് ബാക്കിലുണ്ട്. രാവിലെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം. ഇത്ര നേരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പോയിട്ട് പൈസ കിട്ടിയോ? പിന്നെ കിട്ടാതെ ടൂറുകാരെന്ന് പറഞ്ഞ് വാങ്ങിയതാ. ആയും തന്നപ്പടി തരില്ലെന്ന് പറഞ്ഞതാ. പിന്നെ നിരാഹാരം കിടക്കുന്ന പറഞ്ഞപ്പോ അമ്മ വഴക്കിട്ട് വാങ്ങി തന്നു. മിടുക്കൻ. എന്തുവാടാ മോനെ ചേട്ടാ, ഇതാ ഇതൊരു 500 രൂപയുണ്ട്. ഇതിനുള്ള സാധനം എന്താ? പുതിയ പിള്ളേര് വിശ്വസിക്കാവുന്നവരാണ്. ഞങ്ങളല്ലേ ചേട്ടാ. താ ഇങ്ങോട്ട് എടുക്കാത്ത ദൂരോട്ട് പോണേ. അപ്പോ പിന്നെ ഉണ്ടാക്കി തരുന്നതിന് വലിക്കല് പോലും അതിന്റെ ഒരു കാർഡ്. ഞാൻ പോവാ. ആ ശരി, നിനക്ക് പൈസ വല്ലതും വേണോടാ? വേണ്ട ഒന്നും വേണ്ട. വന്നില്ലേ? അതെ, ഈ വീട് വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന പിള്ളേരോട്ട് വലിയ കമ്പനിയൊന്നും വേണ്ട. എന്നും എന്നോട് ചെയ്തല്ലേ പറയുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. മോനത് ചെയ്യത്തില്ല എന്നറിയാം. ശരി, അച്ഛൻ പോവാ. ഓ ശരി. ചേട്ടോ നമസ്കാരമുണ്ട്. എന്തോ ദൂരയാത്ര കഴിഞ്ഞ് വരിക. ഗ്ലാസ് വെള്ളം ഞാൻ ബാങ്കിലൊക്കെ ഒന്ന് പോണായിരുന്നു. പിന്നെ പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛന് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ പാർട്ടിയാ ഭരിക്കുന്നത്. ഭരിച്ചൊരു വഴിയാക്കി. മോനെ, നീ ആ ബാങ്ക് ക്യൂ നിന്ന പയ്യനല്ലേ? ഞാൻ കണ്ടായിരുന്നു ചേട്ടാ. എന്തൊക്കെ വിശേഷങ്ങൾ? പോട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു. ശരി, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. പോട്ടെ. 2 രൂപ നട്ടു. 2 രൂപ നട്ടു പോവാൻ. 2 രൂപ? ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ 2 രൂപ വെള്ളത്തിന് 2 രൂപ? പിന്നല്ലാതെ ഞാൻ 200 രൂപയ്ക്ക് ഒരു ടാങ്ക് വെള്ളം മേടിച്ച് നിങ്ങൾക്ക് സൗജന്യം തരണം. അല്ല, ഈ വെള്ളത്തിന് 2 രൂപ ഒക്കെ കൊടുക്കുന്ന ഞാൻ ആദ്യമായിട്ട്. പിന്നല്ലാതെ നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നേ? നാട് മൊത്തം വെട്ടിക്കുഴിച്ച് കുറെ പൈപ്പ് കൊണ്ടിറക്കി. ഇതോ അവിടെ കുറെ ജപ്പാന്റെ പൈപ്പ് എന്ന് പറയും, കുറെ സാധനം കൊണ്ടിറക്കിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ സർക്കാർ തന്നെയല്ലേ. ഒരു കൂപ്പൺ എടുക്കട്ടെ. ഒരു കൂപ്പൺ. നിങ്ങൾ പോലും ആണോ? എന്നാ പോയിട്ട് പിന്നെ വരാം. പിന്നെ 2 രൂപ വരുമ്പോ തരാം. രാവിലെ കെട്ടിയിറങ്ങിയായിരിക്കും. അവളുടെ കാര്യം പിന്നെ നോക്കാം. ഞാൻ ഞങ്ങളോട് ഇരിക്കാം. നീ പോയിട്ട് ആടാ ലൈറ്റ് എടുത്തേ. പൊതിയുണ്ടോ? ഉണ്ട്. ഒരു പൊതിയും കേട്ടാ. പൈസ എല്ലാം കൂടി ഞാൻ നാളെ തരാം. എല്ലാം കൂടെ നാളെ അങ്ങനെ ഉണ്ടാക്കണ്ട. ഉണ്ടാക്കിയെടുത്തോളാം മതി. പൈസ എല്ലാം എന്തിനാടാ വലിക്കുന്നേ? എന്റെ ഒരു 10 രൂപ ചേട്ടാ. 10 രൂപ കണ്ടാ വലിക്കാറിറങ്ങിയേ.
10 രൂപയ്ക്ക് ഇതൊക്കെ വലിച്ചാൽ മതി. ആ പോ. ഇതേ ഉള്ളൂ. നമ്മളമ്പി വരൂടാ, നിനക്ക് വെച്ചിട്ടുണ്ടാ. ഇതിനാണോടാ നിന്റെ തള്ളെ നന്നായി പഠിക്കാൻ വിടുന്നത്? എന്റെ കട വരുന്ന പിള്ളേരടിക്കുന്നേ. പഠിക്കാൻ വരുന്ന പിള്ളേരെ കഞ്ചാവ് മയക്കുമരുന്നും കൂടെ നശിപ്പിക്കുന്ന നിന്റെ നാറിയ പണിയുണ്ടല്ലോ. എന്റെ പിള്ളേരുടെ എടുത്താ പച്ചയ്ക്ക് കത്തിച്ച് ചാമ്പല കളയും നിന്നെ ഞാൻ. നിന്നെ കാണുമ്പോ കണ്ടടാ അയാളൊന്ന് ഷോ അടിച്ചിട്ട് പോയെ. ഷോ അടിച്ചാലേടാ ഇതൊക്കെ ഇവിടെ തടഞ്ഞോണം. ഇത് പുളയിലെ നുള്ളിയില്ലെങ്കിൽ വലിയ കുഴപ്പാ. നീ ഒന്നും ചെയ്യണ്ട, ഇത് ചെയ്തോളൂ. നീ ചെല്ല് ചെല്ല്. നോക്കടാ നോക്കടാ സാറ് വാടാ, ഇറങ്ങടാ, ഇറങ്ങി വാടാ ഇങ്ങോട്ടാ. അവന്റെ അഹങ്കാരം തീർക്കണം. വാടാ വാടാ, ഇറങ്ങി വാടാ. നിങ്ങൾ തകർത്തല്ലോടാ മക്കളെ. നിങ്ങളുടെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കടയിലോട്ട് പോവാ. അവരെ ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക് എന്തൊക്കെ വേണം. നിങ്ങൾ കടയിലോട്ട് പോടാ. നിങ്ങൾ വാ. നിർത്തടാ നിർത്തടാ നിർത്തടാ. വണ്ടി എടുക്കും. അമ്മ പോയി എന്തുവാടോ ഇറച്ചില് അവന്റെ അല്ല ഇത് അവനെ ഒന്നിരി സാർ
ഇതിന്റെ ബാക്കി എന്താടാ? അതത്രേ ഉള്ളൂ. ഇത് ഞാൻ അറിയാതെ വല്ല പരിപാടി ഉണ്ടോടാ? ഏയ് ഒന്നുമില്ല. ഇല്ല ഇല്ല. ശരിയെങ്കിൽ ഋഷിയില്ലേ ചേച്ചി? ആ ഉണ്ട്. ആ ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. എന്തുവാടി എവിടെയായിരുന്നു? അച്ഛനമ്മ വരട്ടെ, നിന്റെ എല്ലാ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ പോയടി. എല്ലാ വീട്ടിലും കാണുന്നത് എടുക്കടാ എടുക്കാടാ. ഞാൻ അവിടെ നിന്നൊരു പോസ്റ്റ് ആയിട്ട് വന്നതെന്ന് അറിയാമോ? എപ്പോ? അമ്മോ താടാ തരാടാ. ഈ ചെറുക്കനൊക്കെ ശല്യം എന്നോ എന്തോരം നേരം അവിടെ നിന്നിട്ടാണ്ട പിന്നല്ലേ നമുക്ക് വേറെ പരിപാടി തീപ്പെട്ടി എന്തിനാ ഉണ്ടായിരുന്നടാ? നോക്കട്ടെ. ആ കിട്ടി. നല്ല ചൂടല്ലേ പുറത്ത്. കത്തി കയറുന്നടാ, നോക്കി കത്തിരി. ഇരുത്തിയറാ. ജനല കാലത്ത് ഋഷി കാപ്പി എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കുളിക്കാൻ പോവാണേ. അച്ഛനും അമ്മയും കൊടുത്തേ ഒരു കല്യാണത്തിന്. എവിടെ? കല്യാണത്തിന്. എനിക്കെന്താ നീ മലയെ കാണുന്നുണ്ട്. ചെയ്യും.
ചേട്ടാ ചേട്ടാ ഒരു പുതിയ കയ്യിലുണ്ടോ? കയ്യിലൊന്നും ഇല്ല ചേട്ടാ. കയ്യിലൊന്നുമില്ലേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നേ? ഞാൻ കിട്ടുമ്പോൾ തരാം ചേട്ടാ. കിട്ടുമ്പോൾ തരാം. പോയി വീട്ടിൽ പോയി വല്ലതും മേടിച്ചോണ്ട് വാടാ. നിനക്ക് വീട്ടിൽ നിന്നും തരത്തില്ലേ? ഇല്ല ചേട്ടാ, അച്ഛൻ നേരെ ചൂടിനാന്നോ? പോടാ പോടാ. വരും കച്ചവടം നടക്കുന്ന സമയത്ത് അവന്റെ പുല്ലാരം പറഞ്ഞു തനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഞങ്ങളൊക്കെ വേണല്ലോ. കൂടെ ചെറിച്ചാണ്ടല്ലേ ഒന്ന് തെളിക്കളയും. കടന്നു പോടാ. അച്ഛൻ ഞാൻ പോവാണേ. ആ ആ ആ ശരി. അച്ഛാ എനിക്ക് സ്പോർട്സ് ഡേ കൊടുക്കാൻ 500 രൂപ. ആ ഞാനത് മറന്നു. സീനാണല്ലോ അളിയാ. ആണോ? നോക്കാം. നോക്കിപ്പോടേ. ആ ശരി പോവാ. എന്താടാ നിൽക്കുന്നേ? കടന്നു പോടാ. രാവിലെ ഇറങ്ങിയേക്കുന്ന പൊതി ഉണ്ടാക്കാൻ. പോടാ പോ. ആരെന്തോട് പറഞ്ഞു? വണ്ടി എടുക്കടാ. ആ നാറി മോഹന് നമ്മൾ എന്തൊക്കെ ചെയ്തതാ? ആ പന്നന്റെ കാര്യം പറയരുത്. അവന്റെ പുതിയല്ല ചോദിച്ചോളൂ. നാറി ഇറങ്ങിക്കോ. നിന്റെ അച്ഛൻ രാവിലെ എന്താ കാശ്? നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ കാശുണ്ടെന്നില്ല. ഓ ചേട്ടാ കള്ളം പറയാ. അച്ഛൻ അങ്ങനെ പറയില്ല. നിന്റെ അച്ഛനെ നിങ്ങളോട് പറഞ്ഞു വിട്ടത്. ഇല്ല അച്ഛൻ അങ്ങനെ പറയില്ല. നിന്റെ കാശുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നീ കാശിടാതെ എങ്ങും പോകത്തില്ല. എങ്ങും പോകത്തില്ല. സാധനം എന്താ? എനിക്കറിയാടാ നീ ആരെ കൊന്നിട്ടായാലും കാശുമായിട്ട് വരുമെന്ന്. നമസ്കാരം സാർ. അതാണ്ട് നമ്മളെ പയ്യനാട്ടോ. കുറച്ച് ഏതോ കള്ളും കഞ്ചാവൊക്കെയാണ് പയ്യന്മാരെല്ലാം കൂടെ ഭയങ്കര സംഭവമായി സാർ. അത് വന്നത് കാണാം. നോക്കുക ഭയങ്കര പ്രശ്നം. പാർട്ടിക്കാരൻ പയ്യനാട്ടോ. എല്ലാരും ഇത് പിള്ളേരെല്ലാം കള്ളും കഞ്ചാവ് അടിച്ച സാറ്. പ്രശ്നങ്ങളെല്ലാം പയ്യന്മാരെല്ലാം അങ്ങനെ ഇപ്പൊ ഈ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നക്കാരായ അവന്മാരെല്ലാം. എന്തോ പറയാനാന്ന് പറയാ.
ഞാൻ തന്നെ ഇതിന്റെ കാരണക്കാരൻ. എന്റെ പണത്തിനോടുള്ള ആർത്തിയും സ്വാർത്ഥതയുമാണ് ഇങ്ങനെയൊക്കെ വരുത്തി വച്ചത്. എല്ലാ അച്ഛനമ്മമാർക്കും മക്കളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. ഞാനായിട്ടാണ് കള്ളും കഞ്ചാവും കൊടുത്ത് അവരെ നശിപ്പിച്ചത്. ഒടുവിൽ അതെന്റെ കുടുംബത്തിന് തന്നെ വൻ ദുരന്തമായി മാറി. മകൻ, എന്റെ മകൻ